കാനഡയിലെ സീറോ മലബാർ കത്തോലിക്ക രൂപതയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് സർഗസന്ധ്യ വീണ്ടും വരുന്നു. ഡിവൈൻ അക്കാദമിയുടെ ബാനറിൽ സെപ്റ്റംബർ 13 ശനിയാഴ്ച ഓഷ്വയിലെ വിറ്റ്ബിയിലുള്ള കാനഡ ഇവന്റ് സെന്ററിലാണ് സാങ്കേതിക മികവോടുകൂടി ഉറപ്പാക്കുന്ന ഇത്തവണത്തെ കലാസാംസ്കാരിക പരിപാടി. വിശ്വാസത്തിന്റെയും കൂട്ടായ്മയുടെയും സർഗാത്മകതയുടെയും ആഘോഷമായിരിക്കും വിപുലമായ രീതിയിൽ ഒരുക്കുന്ന ഇത്തവണത്തെ സർഗസന്ധ്യ 2025 രൂപതാധ്യക്ഷൻ മാർ ജോസ് കല്ലുവേലിൽ പറഞ്ഞു. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവും പരിപാടിയിൽ പങ്കെടുക്കും. രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള 200-ലേറെ കലാകാരന്മാർ ഒത്തുചേർന്ന് അവതരിപ്പിക്കുന്ന ദി ഇറ്റേണിറ്റി നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാള ബൈബിൾ സംഗീത നാടകമായിരിക്കും. നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്ക് എന്നതാണ് 2 മണിക്കൂറോളം നീളുന്ന നാടകത്തിന്റെ മുഖ്യ സന്ദേശം. പ്രതിഭാശാലികളായ യുവജനങ്ങൾ അവതരിപ്പിക്കുന്ന ബ്രോഡ്വേ ശൈലിയിലുള്ള സംഗീത നൃത്താവിഷ്കാരമായ ദി റിഡംപ്ഷനാണ് മറ്റൊരാകർഷണം. ഫ്രോസൺ, സർക്കിൾ ഓഫ് ലൈഫ് എന്നിവയ്ക്ക് ശേഷം യുവ കലാകാരന്മാർ ഒരുക്കുന്ന 1 മണിക്കൂറോളം നീളുന്ന ഷോയിൽ 100ഓളം പേരാണ് ഉണ്ടാവുക. സീറോ മലബാർ സഭയുടെ വ്യക്തിത്വം പ്രദർശിപ്പിക്കുന്നതിനൊപ്പം ദിവികാരുണ്യ ആത്മീയത പ്രചരിപ്പിക്കുക, പ്രാദേശിക പ്രതിഭകൾക്ക് അവസരം കൊടുക്കുക, രൂപതയുടെ അജപാലന ശുശ്രൂഷയെ ശക്തിപ്പെടുത്തുക എന്നിവയും സർഗസന്ധ്യ 2025 ലക്ഷ്യമിടുന്നതായി സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മിസിസാഗ സെന്റ് അൽഫോൻസ കത്തീഡ്രൽ വികാരിയും സർഗസന്ധ്യ 2025 ലീഡ് ചെയറുമായ ഫാദർ അഗസ്റ്റിൻ കല്ലുങ്കത്തറയിൽ, ജനറൽ കൺവീനർ ജോളി ജോസഫ്, ദി ഇറ്റേണിറ്റി ക്രിയേറ്റീവ് ഹെഡ് തോമസ് വർഗീസ്, ദി റിഡംപ്ഷൻ ക്രിയേറ്റീവ് ഹെഡ് ജിമ്മി വർഗീസ്, ആഞ്ചല ജെയിംസ്, മീഡിയ ആൻഡ് പബ്ലിസിറ്റി ഹെഡ് വിൻസെന്റ് പാപ്പച്ചൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. 10 വർഷം മുൻപ് ഇല്ലായ്മകളിൽ നിന്ന് തുടക്കം കുറിച്ച് എക്സാർക്കേറ്റിന് കീഴിൽ ഇന്ന് കാനഡയിലെ എല്ലാ പ്രവിശ്യകളിലും യൂക്കോൺ ടെറിറ്ററികളിലുമായി 70ഓളം വിശ്വാസ സമൂഹമുണ്ടെന്ന് മാർ ജോസ് കല്ലുവേലിൽ പറഞ്ഞു. രൂപതയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസനത്തിനു കൂടി പ്രയോജനപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ മഹാസംരംഭം ഒരുക്കുന്നത്. ഒരേ സമയം 2500-ലേറെ പേർക്ക് കാനഡ ഇവന്റ് സെന്ററിൽ പരിപാടികൾ ആസ്വദിക്കാനാകും. ആദ്യ സംരംഭം വിജയകരമായാൽ രൂപതയിലെ മറ്റു പ്രധാന കേന്ദ്രങ്ങളിലും സർഗസന്ധ്യ പുനരവതരിപ്പിക്കുവാൻ ആലോചനയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. രൂപതയുടെ 10ാം വർഷം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ആത്മീയതയുടെ ഏറ്റവും അടിസ്ഥാനമായ വിശുദ്ധ കുർബാനയുടെ ആത്മീയത പ്രചരിപ്പിക്കുക ഈ കൾച്ചറൽ പ്രോഗ്രാമിലൂടെ. സെലിബ്രേറ്റിംഗ് അവർ ഫെയ്ത്ത് ആൻഡ് പ്രൊപ്പഗേറ്റിംഗ് ഇറ്റ്, ദിസ് കോർ ഫെയ്ത്ത് of our Eucharistic spirituality. Second one നമ്മൾ പറഞ്ഞത് യൂണിറ്റിയാണ്. നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം, സർഗസന്ധ്യ 2015 and 2017 നടത്തിയത് ഇറ്റ് വാസ് എ മെഗാ ഇവന്റ്, ഇറ്റ് സക്സസ്ഫുൾ ഇവന്റ്. വി ഓൾ നോ, നിങ്ങൾക്ക് അതിന്റെ സാക്ഷികളാണ്. പക്ഷെ അന്നത്തേക്കാളൊക്കെ എത്രയോ 10 മടങ്ങ് നമ്മൾ ജനസംഖ്യ കൂടി, ആൾക്കാർ കൂടി. അങ്ങനെ കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യുക, സെലിബ്രേറ്റിംഗ് അവർ യൂണിറ്റി. വി ആർ വൺ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഗിഫ്റ്റഡ് വിത്ത് വെരി മെനി ടാലന്റ്സ്. തേർഡ് വൺ, ത്രൂ ദിസ് യൂണിഫൈഡ് എഫേർട്സ് we are empowering our eparchy for its pastoral works. There comes the fundraising goal of this Sargasandhya 2025. I think it is almost clear. നമ്മുടെ യൂണിറ്റി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു, ടാലൻസിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു, നമ്മുടെ ഫെയ്ത്ത് സെലിബ്രേറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി രണ്ട് കൾച്ചറൽ ഈവൻസിന്റെ, മെഗാ കൾച്ചറൽ ഈവൻസിന്റെ സംഗമമാണ് സർഗസന്ധ്യ 2025. Jolie will explain in details, but I just to mention the names only. First one, Redemption. Redemption is the musical program conducted by our talented youth in English. There are few representatives here and there, young buds, talented one. You may be remembering our Frozen, then Circle of Life. ഇത് അതൊക്കെ മേരിയായിരിക്കും, ഷുവർ, നോ ഡൗട്ട് അറ്റ് ഓൾ.
Second one, Malayalam program, Malayalam musical drama, biblical drama. Eternity. ഈ വിശുദ്ധ കുർബാനയുടെ വർഷത്തിൽ അനശ്വരതയിൽ നിന്ന് നശ്വരതനുസരിച്ച് ഫ്രം മോർട്ടാലിറ്റി ടു ഇമ്മോർട്ടാലിറ്റി. Those who eat my body and drink my blood will live forever. ഈശോയുടെ വാഗ്ദാനത്തെ അക്ഷരാർത്ഥത്തിൽ വേദിയിലെ കലാപരമായി അവതരിപ്പിച്ചുകൊണ്ട് ബൈബിളിൽ നിന്ന് അതിന് പറ്റുന്ന കലാമൂല്യങ്ങളുള്ള പ്രതിഭകളെ തിരഞ്ഞെടുത്തുകൊണ്ട് വേദിയിലെ സർഗാത്മകമായി അവതരിപ്പിക്കുകയാണ്. അവിടെ ഫ്രം ജെനസിസ് ടു റെവലേഷൻ ബൈബിളിൽ 73 ഗ്രന്ഥങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളെ ഇവിടെ ഒരുമിച്ച് അണിനിരത്തുകയാണ്. ഏകദേശം 200 പരം കലാകാരന്മാർ ഈ ദ ഇറ്റേണിറ്റി എന്ന നാടകത്തിലുണ്ട്. ഒരു ഏകദേശം 100ഓളം കലാകാരന്മാർ നമ്മളുടെ റിഡംപ്ഷൻ എന്ന മ്യൂസിക്കൽ ബ്രോഡ്വേ സ്റ്റൈൽ പ്രോഗ്രാമിലുണ്ട്. So this will going to be a big cultural event. I would say this may be the biggest one done by our Malayali group in Canada, in North America probably. അതിന് മീഡിയ പേഴ്സൺസിൻ്റെ എല്ലാ സപ്പോർട്ടുകളും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ചെയ്തതിനേക്കാൾ കൂടുതൽ അംഗങ്ങളിലേക്ക് ഈ വന്നിരിക്കുന്ന മുഴുവൻ അംഗങ്ങളിലേക്കും ഇതെത്തത്തക്ക വിധത്തിൽ നോട്ട് ഓൺലി ഇൻ കാനഡ ബട്ട് അമേരിക്ക ആൻഡ് ഇന്ത്യ എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മുടെ മീഡിയയിലൂടെ പ്രചരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ നമ്മുടെ ഈ 3 ലക്ഷ്യങ്ങളും സാധിക്കത്തക്ക വിധത്തിൽ നമുക്ക് ഈ പ്രോഗ്രാമിനെ ഏറ്റവും ദ ബെസ്റ്റ്